നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മുരുമുരാന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബനാന ഫിംഗേഴ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബനാന ഫിംഗേഴ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ അത്യാവശ്യം പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഈ പഴത്തിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഫിംഗേഴ്സിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പഴം 12 പീസായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പഴത്തിന്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് പഞ്ചസാരയൊന്ന് മെൽറ്റായി വരത്തക്ക രീതിയിൽ ഒന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിന്റെ കൂടെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് പഴവും മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പഴവും മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പുറംഭാഗം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പഴമൊക്കെ ഒന്ന് വെന്ത് പുറംഭാഗം നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.